സ്ഫോടനം ഉണ്ടായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ വിവരം കിട്ടിയ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ 4 പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ടിൻറ്റു എലിയസ് അനിരുദ്ധ് എന്ന് പറയുന്ന ആൾക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. അയാൾ 2 കൈപ്പത്തിയും പോയിട്ടുണ്ട്. മറ്റ് ഉള്ളവർക്ക് ചെറിയ പരിക്കുകളേ ഉള്ളൂ. അപ്പോൾ ഇത് അവർ നേരത്തെ ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഇത്തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്നതിനാണോ അതോ അവരോട് ചോദിച്ചതിൽ ഇപ്പോൾ മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. മീൻ പിടിക്കുന്നതിന് വേണ്ടി, കുളത്തിൽ എറിഞ്ഞ് മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നു. മറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അതിലുള്ള പ്രതികാരം എന്നോണമാണ് ഇവരിത് നിർമ്മിച്ചതെന്നൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പോലീസ് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇവർ നെടുമങ്ങാട് ഒരു ഹർട്ട് കേസിൽ പ്രതികളാണ്. അത് നെടുമങ്ങാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു മോഷണ കേസിൽ സംശയിച്ച് വഞ്ചിയൂർ പോലീസും ഇവർ 1-2 പേരുടെ വീട്ടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആംഗിൾ നോക്കണം. നിലവിൽ നമ്മൾ 2 പേരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന്. അത് കൂടുതലായിട്ട് അവരെ ചോദ്യം ചെയ്ത് അവരുടെ ഇൻവോൾവ്മെൻറ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ പറയുന്നത് അവർ ഇവിടെ കുളപ്പനക്കുന്നിനടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ പോയി മീൻ പിടിക്കാറുണ്ട്. അതിനുവേണ്ടി നിർമ്മിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു വെർഷൻ. അല്ല, അത് വയസ്സ് അവരൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി അത് അവരുടെ ഏജും കാര്യങ്ങളൊക്കെ നോക്കണം. അത് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസ് ബോംബ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലുണ്ട്, നേരത്തെ ഉണ്ട്. ബോംബ് നിർമ്മാണമായിട്ട് 4 പേരുണ്ടോയെന്നറിയില്ല. അതിനകത്ത് 2 പേര് ഇൻവോൾവ് ആയിട്ടുണ്ട്. നേരത്തെ കൊട്ടേഷൻ ടീമുകളോ തരത്തിലുള്ള തരത്തിലൊന്നും ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല.